ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു കടങ്കഥ പോലെയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം അത് ഒരേ സമയം രണ്ട് വ്യത്യസ്ത കാര്യങ്ങളായി നമുക്ക് തോന്നും. അപ്പോൾ എന്താണ് സത്യം? ഇന്ത്യ ശരിക്കും സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങളുള്ള ഒരു ഫെഡറൽ രാജ്യമാണോ, അതോ എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിൽ ഒതുങ്ങുന്ന ഒരു യൂണിറ്ററി രാജ്യമാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ഈയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഒരുപക്ഷെ ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ഈ വാക്കുകളായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ശക്തമായ കേന്ദ്രീകരണ പ്രവണതയുള്ള ഒരു ഫെഡറേഷനാണെന്നാണ്. അതായത് പുറമേ നോക്കുമ്പോൾ അതൊരു ഫെഡറൽ സംവിധാനമാണ്, പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കേന്ദ്ര സർക്കാരിന് കൂടുതൽ ശക്തി നൽകുന്ന ഒരു ചായ്വ് കാണാം. ഈ ഒരു സങ്കീർണതയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകതരം സംവിധാനത്തിന് ഒരു പേരുണ്ട്. അതാണ് ക്വാസി ഫെഡറലിസം. ലളിതമായി പറഞ്ഞാൽ രൂപത്തിൽ ഫെഡറലും എന്നാൽ അതിന്റെ ഭാവത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ യൂണിറ്ററിയും ആയ ഒരു ഭരണ സംവിധാനം. എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഇങ്ങനെ വിളിക്കുന്നത്? വരൂ, ഈ കടങ്കഥയുടെ ഓരോ ഭാഗങ്ങളായി നമുക്ക് പരിശോധിച്ചു നോക്കാം. അപ്പോൾ ശരി, നമുക്ക് ഈ കടങ്കഥയുടെ ആദ്യത്തെ ഭാഗം പരിശോധിക്കാം. ഇന്ത്യ എങ്ങനെയാണ് ഒരു ഫെഡറൽ രാജ്യമാകുന്നത്? എന്തൊക്കെയാണ് അതിന്റെ തെളിവുകൾ? അതായത് അമേരിക്കയെയൊക്കെ പോലെ സംസ്ഥാനങ്ങൾക്ക് വ്യക്തമായ അധികാരം നൽകുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിലുമുള്ളത് എന്ന് കാണിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലൊരു ഡ്യുവൽ പൊളിറ്റി അഥവാ ദ്വിഭരണ സംവിധാനമുണ്ട്. അതായത് രാജ്യത്തിന് മൊത്തമായി ഒരു കേന്ദ്ര സർക്കാരും ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടെ സംസ്ഥാന സർക്കാരുകളും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് സർക്കാരുകൾക്കും അധികാരം കിട്ടുന്നത് നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ്, അല്ലാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഔദാര്യമല്ലാതെ. ഒരു ക്ലാസിക് ഫെഡറൽ സിസ്റ്റം എടുത്തു നോക്കിയാൽ അതിനു വേണ്ട പല കാര്യങ്ങളും ഇന്ത്യയിലുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് വളരെ വലുതും എഴുതപ്പെട്ടതുമായ ഒരു ഭരണഘടനയുണ്ട്. രാജ്യത്ത് അവസാന വാക്ക് എപ്പോഴും ഭരണഘടനയ്ക്കാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കങ്ങളുണ്ടായാൽ അത് പരിഹരിക്കാൻ ആരുടെയും പക്ഷം ചേരാത്ത ഒരു സ്വതന്ത്ര ജുഡീഷ്യറിയുണ്ട്. പിന്നെ സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ രാജ്യസഭയുമുണ്ട്. ഇതെല്ലാം ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവം അടിവരയിടുന്നു. ഇനി ഒരു ഫെഡറേഷന്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ അത് അധികാര വിഭജനമാണ്. നമ്മുടെ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ ഇത് വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. രാജ്യരക്ഷ, വിദേശകാര്യം പോലെയുള്ള ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ യൂണിയൻ ലിസ്റ്റിൽ വരും. പോലീസ്, ആരോഗ്യം പോലുള്ള പ്രാദേശിക കാര്യങ്ങൾ സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് ലിസ്റ്റിലും. വിദ്യാഭ്യാസം, വനം പോലുള്ള വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമമുണ്ടാക്കാം. ഇത് ഫെഡറലിസത്തിന്റെ ഒരു അടിത്തറ തന്നെയാണ്. ഇപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഇന്ത്യ ഒരു പക്കാ ഫെഡറൽ രാജ്യമാണല്ലോ എന്ന്, അല്ലേ? പക്ഷേ കഥയുടെ യഥാർത്ഥ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേയുള്ളൂ. ഈ കാണുന്നതല്ല പൂർണ്ണമായ ചിത്രം. കേന്ദ്ര സർക്കാരിന് അസാധാരണമായ ചില അധികാരങ്ങൾ നൽകുന്ന ഒരു മറുവശം കൂടിയുണ്ടിതിന്. ഇതൊന്ന് വ്യക്തമാകാൻ നമുക്ക് അമേരിക്കയുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. അമേരിക്കയിൽ കേന്ദ്ര സർക്കാരിന് ഒരു ഭരണഘടനയുണ്ട്. അതുപോലെ ഓരോ സംസ്ഥാനത്തിനും അവരവരുടെ സ്വന്തം ഭരണഘടനയുമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. നമുക്ക് ഈ രാജ്യത്തിന് മുഴുവനായി ഒരൊറ്റ ഭരണഘടന മാത്രമേ ഉള്ളൂ. ഇത് കേന്ദ്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ ആദ്യത്തെ സൂചനയാണ്. ഇതുമാത്രമല്ല കേന്ദ്രത്തെ ശക്തമാക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ, നമുക്കെല്ലാവർക്കും ഒറ്റ പൗരത്വമേ ഉള്ളൂ, ഇന്ത്യൻ പൗരത്വം. സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്രത്തിന്റെ പ്രതിനിധിയായി രാഷ്ട്രപതിയാണ്. നമ്മുടെ IAS, IPS ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതും കേന്ദ്രം തന്നെ. രാജ്യത്തെ കോടതികളെല്ലാം ഒരൊറ്റ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം അധികാരം കൂടുതൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. കേന്ദ്രത്തിന്റെ ഒരു അതിശക്തമായ അധികാരം മനസ്സിലാക്കാൻ നമുക്ക് വീണ്ടും അമേരിക്കയിലേക്ക് പോകാം. അമേരിക്കയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം, ഒരു ഉദാഹരണത്തിന് കാലിഫോർണിയയെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. ആ കാലിഫോർണിയ സംസ്ഥാനത്തിന്റെ അനുവാദമില്ലാതെ അവിടത്തെ കോൺഗ്രസിന് അതിന്റെ അതിർത്തി മാറ്റി വരയ്ക്കാനോ അതിനെ രണ്ടായി വിഭജിക്കാനോ കഴിയുമോ? പറ്റുമോ? ഇല്ല, ഒരു കാരണവശാലും പറ്റില്ല. എന്നാൽ ഇന്ത്യയിലോ? പറ്റും. നമ്മുടെ പാർലമെന്റിന് അത് സാധിക്കും. ഭരണഘടനയുടെ 3-ാം അനുച്ഛേദമനുസരിച്ച് ഒരു സംസ്ഥാനത്തിന്റെ പോലും സമ്മതമില്ലാതെ ആ സംസ്ഥാനത്തിന്റെ അതിർത്തി മാറ്റാനും പേര് മാറ്റാനും, എന്തിന് പുതിയൊരു സംസ്ഥാനമുണ്ടാക്കാൻ വരെ ഇന്ത്യൻ പാർലമെന്റിന് അധികാരമുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ എത്ര വലിയ അധികാരമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി ഏറ്റവും നിർണായകമായൊരു കാര്യം പറയാം. ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എന്ത് സംഭവിക്കും? ആ സമയത്ത് രാജ്യത്തിന്റെ എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിൽ വന്നുചേരും. സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാകും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഫെഡറൽ സംവിധാനം ആ സമയത്തേക്ക് ഒരു യൂണിറ്ററി സംവിധാനമായി മാറും. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനാണ് ഇങ്ങനൊരു ഡിസൈൻ?
ഒരു ഫെഡറൽ രൂപമുണ്ടാക്കിയിട്ട് അതിനകത്ത് ഇത്രയും ശക്തമായ ഒരു കേന്ദ്രത്തെ വെച്ചതെന്തിനാണ്? ഇതിന് പിന്നിൽ ചരിത്രപരവും സാമൂഹികവുമായ ചില കാരണങ്ങളുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. അതെ, ആ വലിയ ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്ര ശക്തമായ ഒരു കേന്ദ്രം വേണ്ടി വന്നത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മുന്നിൽ വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, ഇന്ത്യയുടെ വലിപ്പവും വൈവിധ്യവും തന്നെ. ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളുമുള്ളൊരു രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ശക്തമായൊരു കേന്ദ്രം വേണമായിരുന്നു. പിന്നെ 1947 വിഭജനത്തിന്റെ മുറിവുകൾ അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യം എന്തു വില കൊടുത്തും സംരക്ഷിക്കണമായിരുന്നു. അതോടൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും എല്ലായിടത്തും ഒരേപോലെയുള്ള ഭരണം ഉറപ്പാക്കാനും ഈ കേന്ദ്രീകൃത സ്വഭാവം അത്യാവശ്യമാണെന്ന് അവർ കരുതി. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട രണ്ട് വശങ്ങളും, അതായത് ഫെഡറൽ സ്വഭാവങ്ങളും യൂണിറ്ററി സ്വഭാവങ്ങളും, ഇവ രണ്ടും ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു വൈരുദ്ധ്യമല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സമർത്ഥമായ വഴിയാണിത്. ഈ ഒരു ബാലൻസ് നമുക്ക് ഈ ടേബിളിൽ വളരെ വ്യക്തമായി കാണാം. ഒരു വശത്ത് വൈവിധ്യത്തെ നിലനിർത്തണം, അതിനാണ് സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന ഫെഡറൽ വശം. മറുവശത്ത് രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കണം, അതിനാണ് ശക്തമായൊരു കേന്ദ്രത്തെ വച്ചിരിക്കുന്ന യൂണിറ്ററി വശം. ഈ രണ്ട് ലക്ഷ്യങ്ങളും ഇന്ത്യക്ക് ഒരുപോലെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. രൂപത്തിൽ ഫെഡറലും ഭാവത്തിൽ യൂണിറ്ററിയും. ഇപ്പം ഈ വാചകത്തിന്റെ ആഴം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടാവുമല്ലേ? ഇതൊരു കുറവല്ല, മറിച്ച് ഇന്ത്യയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു അതുല്യമായ സംവിധാനമാണ്. ഒരു കാര്യം ഓർക്കണം, ഈ സംവിധാനം ഉണ്ടാക്കിയത് 20-ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ മനസ്സിൽ വെച്ചാണ്. പക്ഷെ നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലാണ്. ഇന്നത്തെ വെല്ലുവിളികളെ നേരിടാൻ ഈ സന്തുലിതാവസ്ഥയിൽ എന്തു മാറ്റങ്ങൾ വരണം? ഇതൊരു വലിയ ചോദ്യമാണ്, അല്ലേ? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു.